3ാം ക്ലാസ്സിലെ ഗണിതം 44ാമത്തെ പേജിലെ ചോദ്യം നോക്കാം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. ഇങ്ങനെ ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കാം. ഇതിന്റെ പ്ലേസ് വാല്യൂ, അതായത് സ്ഥാനവില വൺസ് ഒന്നുകൾ, ടെൻസ് പത്തുകൾ, ഹൺഡ്രഡ്സ് നൂറുകൾ. നമ്മൾ വൺസിന്റെ ആ 9 വരുന്ന വിധത്തിൽ ഒരു സർക്കിൾ വരയ്ക്കുന്നു. അതായത് വൺസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. വൃത്തത്തിനുള്ളിലുള്ളതെല്ലാം ഒന്നുകളാണ്, വൺസുകളാണ്. അപ്പൊ നമുക്ക് ഇവിടെ താഴെ എഴുതാം 789 വൺസ്. നെക്സ്റ്റ് നമ്പർ നോക്കാം. നമ്മളിപ്പോൾ 9 ഒഴിവാക്കി. ഇനി അടുത്ത് നമുക്ക് 7ഉം 8ഉം ആണുള്ളത്. അതിൽ അടുത്ത പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ടെൻസ് ആണ്. നമ്മൾ 9 ഒഴിവാക്കി ടെൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. അതായത് ടെൻസും ഇപ്പുറത്തുള്ള ഇടതുവശത്തുള്ള എല്ലാ നമ്പേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്കിളാണ് വരയ്ക്കേണ്ടത്. ഇപ്പോൾ വൃത്തത്തിനുള്ളിൽ 78 ആണ് ഉള്ളത്. ഇത്രയും പത്തുകളാണ് ഉള്ളത്. there are 78 tens inside the circle. വൃത്തത്തിനുള്ളിൽ 78 പത്തുകളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് 78 പത്തുകൾ എന്ന് എഴുതാം. ഇനി നമുക്ക് അടുത്ത പ്ലേസ് വാല്യൂ 100ന്റെ പ്ലേസ് വാല്യൂ ആണ്. 100ന്റെ പ്ലേസ് വാല്യൂവിൽ നമ്മൾ വൺസും ടെൻസും ഒഴിവാക്കി 100 ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ അതിനുള്ളിൽ നമുക്ക് 7 മാത്രമേ കിട്ടുന്നുള്ളൂ. there are 7 hundreds. 700 മാത്രമാണ് ഉള്ളത്. എന്നാൽ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കമേത് എന്ന് ചോദിച്ചാൽ 9 ആണ് എഴുതേണ്ടത്. അതുപോലെ 10ന്റെ സ്ഥാനത്തെ അക്കമേത് എന്ന് ചോദിച്ചാൽ 8 ആണ് എഴുതേണ്ടത്. 100ന്റെ സ്ഥാനത്തെ അക്കമേത് എന്ന് ചോദിച്ചാൽ 7 ആണ് എഴുതേണ്ടത്. എന്നാൽ എത്ര ഒന്നുകളുണ്ട്, ഹൗ മെനി വൺസ് എന്ന് ചോദിച്ചാൽ, എത്ര പത്തുകളുണ്ട്, ഹൗ മെനി ടെൻസ് എന്ന് ചോദിച്ചാൽ, എത്ര നൂറുകളുണ്ട്, ഹൗ മെനി ഹൺഡ്രഡ്സ് എന്ന് ചോദിച്ചാൽ 700 എന്നാണ് എഴുതേണ്ടത്. Okay, thank you for watching this video.